സൈന്യവധൂര്യുക്ത ശക്തിവിക്രമഹർഷിതാ നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുകാ ഖണ്ഡപുത്രവധോദ്യുക്ത ബാലാതിക്രമനന്ദിതാ മന്ത്രിണ്യം ഭാവിരേന്ദ്ര വിശങ്കപദോഷിതാ വിശുപ്രപ്രാണഹരണ വാരാഹി വീരനന്ദിതാ കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിദ്യയന്ദ്ര പ്രഹർഷിത ഭണ്ഡാ സുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി കരാങ്കുലിനോത്പന്ന നാരായണ ദശാകൃതി പാശുപദാഗ്നി മുഗ്ധസുരസൈനിക കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്യൈ നാരായണായേതി സമർപ്പയാമി. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് വേദാന്ത ശാസ്ത്രത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെ. അങ്ങനെ ശാസ്ത്രപ്രചരണത്തിൻ്റെ പ്രഥമ സ്ഥാനം കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതിവിടെ കൽപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ സന്യാസ ദീക്ഷ സ്വീകരിച്ച് പല പ്രവർത്തനങ്ങളും ചെയ്ത് പരിവ്രജനം ചെയ്തും മറ്റും ഏകദേശം വാർദ്ധക്യത്തോടടുത്ത് സമൂഹത്തിൻ്റെ ശ്രദ്ധ നിശ്ചയമായും അർഹിക്കുന്ന കുറേ സന്യാസിനി അമ്മമാരുണ്ട്. അങ്ങനെയുള്ള മുതിർന്ന സന്യാസിനി അമ്മമാർക്ക് സന്തോഷത്തോടെ താമസിക്കാനും അവരുടെ സാധനകൾ അനുഷ്ഠിക്കാനും ഒരു സ്ഥലം, ഇതാണ് ഇപ്പോഴത്തെ ഒരു സങ്കല്പം. നിരാലംബരായ മുത്തശ്ശിമാർക്ക് ഒരാശ്രയം ചെറിയ രീതിയിൽ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ, ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ മതിയാകുന്നില്ല. അതുകൊണ്ട് എളിയ നിലയ്ക്ക് അത്തരമൊരു സങ്കല്പം കൂടി നമ്മൾ മൂന്നാം ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും വളരെ വളരെ സന്തോഷപൂർവം നമുക്കൊത്തൊരുമിച്ച് ഒരു മനസ്സായി ഈ ധർമ്മപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിനെല്ലാവരുടെയും ശുഭസങ്കല്പങ്ങൾ ഉണ്ടാവട്ടെ. ഇതം നമമ. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും നമ്മുടേതല്ല. ഇപ്പൊ സ്വാമിജിയോട് ചോദിച്ചു നോക്കൂ, സ്വാമിജി ഇത്രയൊക്കെ ഉണ്ടെങ്കിലും സ്വാമിജിയോട് ഇതൊന്നും എൻ്റെ അല്ല, അതൊക്കെ ഇവരുണ്ടാക്കിയെന്നാണ് അല്ലേ. ഇതം നമമ. നമ്മളുണ്ടാക്കുന്ന വീട്, നമ്മുടെ സ്വത്ത്, നമ്മുടെ ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങള് ഒന്നും നമ്മുടേതല്ല. എല്ലാം ആ പരാശക്തിയുടെ ഒരു കൃപാരശ്മി കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് ഏത് സമയം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. ആ ഓർമ്മ പുതുക്കി 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 ഇങ്ങനെയുള്ള സംരംഭങ്ങളെ നമുക്ക് കൂടുതൽ കൂടുതൽ സമുദായത്തിൻ്റെ ശാന്തിക്കും നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി നമ്മളെല്ലാവരും പങ്കെടുത്ത് ഈ യജ്ഞത്തിനെ നമുക്ക് സമ്പൂർണ്ണമാക്കേണ്ടതുണ്ട് എന്ന ചിന്ത എല്ലാവരിലും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തെ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം.